ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഓട്ടടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഉണ്ടാക്കുന്ന ഓട്ടട എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി പച്ചരി എടുത്തിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല കേട്ടോ, ഇഷ്ടമുള്ളത്ര എടുക്കാം. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു ചെറിയ ഗ്ലാസ്സിൽ 3 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത്. ഇത് രാത്രിയിലാണ് ഞാൻ വെള്ളത്തിലിട്ട് വെക്കുന്നത് കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാനിതാ കഴുകി മിക്സിയിൽ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചെറുകിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് 2 പ്രാവശ്യമായിട്ടാണ് കേട്ടോ ഞാൻ അരിച്ചെടുക്കുന്നത്. അപ്പോൾ തേങ്ങ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. മുകളിൽ കാണുന്ന തരത്തിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കട്ടിയിലാണ് ഇതിൻ്റെ മാവ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയും കൂടെ ഒന്ന് അരിച്ചെടുക്കാം. ഈ ഒരു കട്ടിക്കാണ് കേട്ടോ അരിച്ചെടുത്തത്. ബാക്കിയും കൂടെ ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇതും ഒഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. കട്ടി കൂടുതലുണ്ടെന്ന് വെച്ചാൽ മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുട്ടെടുക്കാം. ചുട്ടെടുക്കുന്നത് വിറകടുപ്പിലാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഗ്യാസിലാണ് ചുട്ട് എടുക്കുന്നത്. നമ്മൾ പത്തിരിയൊക്കെ ചുടുന്ന ആ പത്തിരി ചട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചട്ടി നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രമേ മാവ് ഒഴിച്ച് കൊടുക്കാവുള്ളൂ. അപ്പോൾ അധികം വലുതാക്കിയൊന്നും ചുടുന്നില്ല. ഈ ഒരു വലുപ്പത്തിലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുത്തുകളൊക്കെ വരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് മൂടി വയ്ക്കാം. നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്കത് ഒന്ന് കയ്യിലുകൊണ്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. കുത്തുകളും അത്യാവശ്യം വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ ഇത്. ഇനിതാ നമ്മൾ ബാക്കിയുള്ളതും കൂടെ ചുട്ടെടുക്കുന്നുണ്ട്. രണ്ടാമത് ഒഴിക്കുന്ന സമയത്തും ചട്ടി നന്നായി ചൂടായതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കണം. ഇതാ ഓട്ടകളൊക്കെ വരാൻ തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ചതാ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ളതും എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓട്ടട നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.